അടുത്ത് പോകാത്ത ഈ പെണ്ണ് ഇൻസ്പെക്ടർ അടുത്ത് പോകുമോ? പിന്നെ MLA കുപ്പായം 5 വർഷത്തിലൊരിക്കൽ മാറും. പക്ഷേ ഇൻസ്പെക്ടറുടെ തൊപ്പി പെർമനന്റാ. അയാളെ പിണക്കിയാലേ ഈ തൊഴിൽ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. ഞാൻ കാരണം നിർത്തണ്ട. ഞാൻ പോവാമേ. ബാബാ കേട്ടാ വരട്ടെ. അതെ, വർഷങ്ങൾക്ക് മുൻപ് നീയൊക്കെ കൂടി നശിപ്പിച്ച റാണി. റാണി അത് എടോ, കോൺസ്റ്റബിൾ നാരായണൻ ഇൻസ്പെക്ടർ നാരായണൻ ആവാനും തെമ്മാടി കൃഷ്ണൻ MLA കൃഷ്ണൻ ആവാനും വേണ്ടി നേതാവിന്റെ മുന്നിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുത്താം പട്ടണമാണോ നിങ്ങളൊക്കെ? റാണി അതൊക്കെ പഴയ കഥ. ഇന്ന് നിനക്കൊക്കെ അതൊരു പഴയ കഥയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വഴിത്തിരിവ്. റാണി, ഇപ്പോൾ ഈ തൊഴിലിറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അതൊക്കെ മറക്കാം. തൊട്ടുപോർ തന്നെ. ലക്ഷങ്ങൾ എന്റെ ശരീരത്തിൽ പൊളിച്ചാലും എന്നെ നിനക്ക് കിട്ടില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോകരുത്. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? ആ പിന്നെ നാരായണ, ആ മീറ്റിങ്ങിനുണ്ടല്ലോ, തൊട്ടാ പൊട്ടുന്ന പെമ്പിള്ളേരെ കൊണ്ട് ഒരു അയ്യരുകളി ആയിരുന്നു. എനിക്ക് വല്ലാണ്ടൊക്കെ തോന്നി. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ ഓർത്ത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. കക്ഷി അകത്തുണ്ടല്ലോ. ആ MLA ഇരിക്ക്. ഇവിടെ പെണ്ണുമില്ല പെടക്കോഴിയില്ല. എന്നാലും നേരത്തെ പറഞ്ഞു കളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒന്നിനെ സംഘടിപ്പിച്ചേനെ. എന്താ പാത്രം കൊണ്ടുവന്നില്ലേ? ആ കൊണ്ടുവന്നു, പക്ഷെ അവള് പോയി. ഓഹോ, അപ്പോ നീ സുഖിച്ചിട്ട് അവളെ അങ്ങ് വിട്ടല്ലേ? എടോ, അവൾ ആരാണെന്ന് അറിയാവോ? ആരായാലും എന്താ? എടോ, അത് റാണിയാണ്. ഏത് റാണി? നിന്റെ ഭാര്യയായിരുന്ന റാണി. നീ പറയുന്നത്? അതെ, അന്ന് തന്റെ അടുത്ത് വന്നതും അവളായിരുന്നു. അവൾ ഈ തൊഴിലുമായിട്ട് ഈ നാട്ടിൽ വന്നത് എന്നോട് പകരം വീട്ടാനായിരിക്കും. നിങ്ങൾക്കെന്നെ അനുഭവിക്കണം. പക്ഷേ അതിനിവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് പണം കൊടുക്കണം, പാക്കറിന് കമ്മീഷൻ കൊടുക്കണം. എന്നിട്ട് വാ, ഞാൻ നിന്ന് തരാം. റാണിക്കറിയോ, ഞാൻ ആഗ്രഹിച്ച ഒരൊറ്റ പെണ്ണിനെയും ഇതുവരെ ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി നിന്റെ മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ പോട്ടെ.
സംഭവിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് പോകുന്നു. അതിനൊരു കാരണം വേണമല്ലോ. ഞാൻ ഇനി ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കും. ഇത് നല്ല കൂത്ത്. എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലും ചുടുവോ? മോളെങ്ങും പോകണ്ട. വേണ്ടമ്മേ, ഞാൻ പോകുന്നു. ഞാൻ നിന്റെ പെറ്റമ്മ അല്ലെങ്കിലും എന്റെ മോളെ പോലെയാണ് സ്നേഹിച്ചത്. നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വിഷമമാണ്. അമ്മേനെ നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. റാണി, റാണി, അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഈ രാത്രിയിൽ നീ എന്നെപ്പോലുള്ളവർക്ക് എന്ത് രാത്രിയും പകലും. റാണി, നിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ആഗ്രഹിക്കാൻ അർഹതയുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചു. റാണി, ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ എന്നെ കല്യാണം കഴിക്കാമോന്ന്? അന്ന് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. രാജേട്ടൻ പറഞ്ഞു വരുന്നത് നിന്നിലൂടെ ഞാനൊരു കൊച്ചു കുടുംബം കാണുന്നു. വരൂ, വരൂ. എന്താ റാണി ഇറക്കിയോട്. അവൾ നിന്റെയൊക്കെ ആരാ? എടി പാറു, അവൾ ആരാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മാറിയടി. മാറാൻ. എവിടെടി റാണി? ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? പറയില്ല. നീ വേണ്ട. നാറികളെ കളിച്ച് കളിച്ച് പാർവതിയമ്മയോടാ കളി. ഹലോ, പോലീസ് സ്റ്റേഷൻ. പാർവതിയമ്മേ, ചന്ദ്രന് ജാമ്യം പോലും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞുവിടാം. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ഒറ്റ പ്രശ്നം റാണിയാണ്. അവളെ നിങ്ങൾ ഇറക്കി വിടണം. അത് എന്താ? അത് ഞാൻ ഏറ്റു. ഞാൻ സമ്മതിക്കില്ല. എടാ, നീ എന്റെ മകനാ. എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഇൻസ്പെക്ടർ സാറേ, ചന്ദ്രനെ ഇറക്കി വിടൂ. ഞാൻ റാണി വിട്ടോളാം. ശരി, അവനെ വിട്ടിരിക്കുന്നു. പോരെ? ഓ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പട സുരേഷ്. സർ, ചന്ദ്രനെ ഇറക്കി വിട. യെസ് സർ. നടക്ക്.
അമ്മേ, നിങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അവൾ എവിടെ പോവാനാ? നിങ്ങൾ രണ്ടുപേരും മരമണ്ടൂസന്മാരാ. അതെന്താ? നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ ഞാനൊരു വേല ഒപ്പിച്ചതല്ലേ. രാജു, നീ അകത്തു പോ. എനിക്ക് ചന്ദ്രനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചന്ദ്ര, ഞാൻ ഈ തൊഴിൽ നിർത്താൻ പോവുക. റാണിയെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം. മരുമോളായിട്ട്. കുറച്ചു നാളായി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല്. രാജുവിനെ കൊണ്ട് റാണി വിവാഹം കഴിപ്പിച്ചാലോ എന്ന്. എന്താ, നിനക്കിഷ്ടമായില്ലേ? ഇല്ല, എനിക്ക് ആ ബന്ധം ഇഷ്ടമല്ല.